السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. ഏറെ പ്രിയങ്കരരായ ഖത്മുൽ ഖുർആൻ ശ്രോതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ വിശുദ്ധ ഖുർആൻ പഠനം അർത്ഥബോധ്യത്തോടുകൂടെ മുഴുവനായും പാരായണ നിയമങ്ങൾ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്തു പോവുക എന്ന ഖത്മുൽ ഖുർആനിൻ്റെ പ്രവർത്തനം ഏറെക്കുറെ അതിൻ്റെ അവസാന ഭാഗത്തിലെത്തിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് സൂറത്തുൽ മആരിജ് ആണ് നമ്മൾ വായിക്കുന്നത്. 70ാമത്തെ അധ്യായം. 44 വചനങ്ങളാണ് സൂറത്തുൽ മആരിജിൽ ഉള്ളത്. പേജ് നമ്പർ 569 സൂറത്തുൽ മആരിജിലെ 11ാമത്തെ വചനം നോക്കൂ. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള, സാധാരണഗതിയിൽ പലർക്കും തെറ്റുവരാറുള്ള ഒരു പദപ്രയോഗം അതിലുണ്ട്. അതുകൊണ്ടാണ് ആ വചനത്തെ എടുക്കുന്നത്. എങ്ങനെയാണ് ഞാൻ പാരായണം ചെയ്തു തരാം, നിങ്ങളും ഏറ്റുപാരായണം ചെയ്യുക. യുബസ്സറൂനഹും, അവിടെ ഒരു ജീമ് കാണാം അല്ലേ, അല്ലെങ്കിൽ ഒരു വഖഫിന്റെ അടയാളമാണ്. അവിടെ ഒന്ന് നിർത്താം. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീഹ്. ഒന്ന് വഖഫ് തന്നെ. രണ്ടാമത്തെ വിഷയം മുജ്രിമു, ജീം ഖൽഖലയുടെ അക്ഷരമാണ്. ജദ്ദ ഖുതുബുൻ, ജീം ദാൽ ഖാഫ് ത ബ, ജീം ദാൽ, ജദ്ദ ഖുതുബുൻ ഖാഫ് ത ബ, ജദ്ദ ഖുതുബുൻ. ഹുറൂഫുൽ ഖൽഖല 5 അക്ഷരങ്ങൾ. അഥവാ ആ 5 അക്ഷരങ്ങളും സുക്കൂൻ വരുന്ന സമയത്ത് ആ അക്ഷരങ്ങളുടെ മഖ്റജിൽ പൂർണ്ണമായും മൊഴിയുക എന്നതാണ്. ആ മഖ്റജിൽ അനക്കം വരുന്ന വിധം, ചലനാത്മകത നൽകി. മുജ്രിമു എന്ന് പറയാതെ മുജ്രിമു, മുജ്രിമു അല്ല, മുജ്രിമു, മുജ്രിമു. യവദ്ദുൽ മുജ്രിമു, യവദ്ദുൽ മുജ്രിമു. ബുറൂജ് എന്നത് നിർത്തുമ്പോൾ വസ്സമാഇ ദാതിൽ ബുറൂജ് എന്ന് പറയാതെ ദാതിൽ ബുറൂജ് കംപ്ലീറ്റ് ആയിട്ട് പറയാം. ഇഖ്തറബ എന്ന് പറയാതെ ഇഖ്തറബ എന്ന് പറയാം. വസ്ജുദ് വഖ്തരിബ് എന്ന് പറയാതെ വസ്ജുദ് വഖ്തരിബ്. അവിടെ ദാല് വന്നു, വഖ് ഖാഫ് വന്നു, വഖ്തരിബ് ബാ വന്നു, ബുറൂജ് ജീം വന്നു അല്ലേ. അഹദ് ഖുൽ ഹുവല്ലാഹു അഹദ് ദാല് വന്നു. വല്ലാഹു മിൻ വറാഇഹിം മുഹീത്ത് താ വന്നു. ഇങ്ങനെ ജദ്ദ ഖുതുബുൻ എന്ന അക്ഷരങ്ങൾ സുക്കൂനിൽ പാരായണം ചെയ്യപ്പെടുന്ന സമയത്തൊക്കെ ഖൽഖലയോടെ വെളിവാക്കി പാരായണം ചെയ്യും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് മിൻ അദാബി യൗമിഇദിൻ. ഇത് മിക്കവാറും യൗമഇദിൻ എന്നാണല്ലോ കൂടുതൽ സ്ഥലങ്ങളിലും വന്നിട്ടുള്ളത്. വളരെ ചുരുക്കം ഭാഗത്താണ് യൗമിഇദിൻ വന്നത്. പക്ഷെ നമ്മൾ യൗമഇദിൻ എന്ന് പറയും അല്ലേ. യൗമഇദിൻ എന്ന് തെറ്റായിട്ട് വായിച്ചു പോകാറുണ്ട്. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. നമുക്ക് നന്നായി പരിചയമുള്ള ഭാഗമാണ്. അവിടെ യൗമഇദിൻ എന്നാണ്. പക്ഷെ നമ്മൾ ഇവിടെ വരുമ്പോൾ ആ യൗമഇദിൻ ഇവിടേക്ക് അറിയാതെ പറഞ്ഞു പോകാറുണ്ട്. ശ്രദ്ധിക്കണം. ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീഹ്. ശരി, ഇനി വായിച്ചാൽ നിങ്ങൾ ഏറ്റു വായിക്കുക, സമയം നൽകുന്നതാണ്. യുബസ്സറൂനഹും ഓദിക്കോ. യവദ്ദുൽ മുജ്രിമു
ലൗ യഫ്തദി യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി. ഇനി ഒന്നിച്ച് എൻ്റെ കൂടെ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി. അങ്ങനെ മുഴുവൻ ആയത്തുകളെയും പരമാവധി നിയമങ്ങൾ പഠിച്ച് അക്ഷരസ്ഫുടതയോടുകൂടെ അർത്ഥബോധ്യത്തോടുകൂടെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക, മനഃപ്പാഠമാക്കുക, ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു നമ്മെ ഖിയാമത്തിൽ ഇല്ല മാഷാ അല്ലാഹ് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ എന്ന് പറഞ്ഞു. ആ അള്ളാഹു ഉദ്ദേശിക്കുന്ന ഭാഗ്യവാന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായം സൂറത്ത് നൂഹിൽ വെച്ച് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.